വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. ഞാനൊരു വ്ലോഗ് എടുത്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. കാരണം ഞാനിപ്പോൾ ഡെയിലി ലൈവ് പോകുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്, ഡെയിലി ലൈവ് പോകുന്നുണ്ട്. അപ്പോൾ ലൈവ് പോകുമ്പോൾ ഭയങ്കര എളുപ്പം, വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് വന്നിരുന്ന് ഒരു ബട്ടൺ ഞെക്കിയാൽ മതി, നമുക്ക് ലൈവ് സെറ്റാക്കാം. പക്ഷേ വ്ലോഗാകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, കുറേ പണിയുണ്ട്, ഭയങ്കര മടിയാണ്. അത് കാരണം ഞാൻ വ്ലോഗ് എടുപ്പൊക്കെ നിർത്തി വെച്ചിരുന്നു. പിന്നെ ഇന്ന് എൻ്റെ പുതിയ ഷൂ കാണിക്കാൻ വേണ്ടി ഒരു വ്ലോഗ് എടുക്കാമെന്ന് ചോദിച്ചു. എൻ്റെ പഴയ ഷൂ ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്ത് കണ്ടോ. ഞാൻ ബൈക്കിൽ ഗിയർ മാറ്റി കുറച്ച് സീനായിട്ടുണ്ട്. ഫുള്ള് ചെളിയൊക്കെ ആവുന്നു. പിന്നെ ഈ ഫ്രണ്ട് വശം ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഷൂ കൂടെ വാങ്ങാം എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ രണ്ട് ഷൂവും കൂടെ പറ്റുന്ന കുഴപ്പങ്ങൾ ഷെയർ ചെയ്തോളുമല്ലോ, അങ്ങനെ കരുതി വാങ്ങിയതാണ്. ഞാൻ ഷൂ കാണിച്ചു തരാം. ഓക്കെ, വീണ്ടും പ്യൂമ തന്നെയാണ് ഗെയ്സ് വാങ്ങിയത്. പ്യൂമ പ്യൂമ സ്ലിപ്പ് സ്ട്രീം ക്ലബ് 48 സാധനമാണ് വാങ്ങിയത്. ഇത് ഹമ്രാസ് കുറേ ദിവസമായിട്ട് സ്ലിപ്പ് സ്ട്രീം വാങ്ങണം, സ്ലിപ്പ് സ്ട്രീം ഷൂവിനെ പറ്റി ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് ഷൂ വാങ്ങാനൊരു മൈൻഡ് വന്നു. എന്നിട്ട് ഞാൻ ഫ്ലിപ്കാർട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കും സ്ലിപ്പ് സ്ട്രീം ഇഷ്ടപ്പെട്ടു. സ്ലിപ്പ് സ്ട്രീമിൻ്റെ കുറേ വേരിയൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട ഒരു BMW എഡിഷൻ ഒരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ കാണിക്കാം. ഒരു BMW എഡിഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു 2 വേരിയൻ്റ് ഉണ്ട്. ഒരു പച്ച കളറുള്ള സാധനമുണ്ട്, പച്ചയും വൈറ്റും. പിന്നെ ഒരു വേറെ ഏതൊരു കളറുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നാളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളിങ്ങനെ കുറേ നേരം ഇരുന്ന് ആലോചിച്ച് അവസാനം ഇതിലേക്ക് എത്തി. അവസാനം ഞാൻ ഇത് ഫിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഷൂ ഞാൻ തുറന്ന് കാണിച്ചു തരാം. നോക്ക്, ഞാൻ ഇത് ലൈവിൽ കാണിച്ചാണ്, എന്നാലും ഒന്നുകൂടെ കണ്ടോ. ഇതാണ് സാധനം. ഇതാണ് എൻ്റെ പുതിയ ഷൂ, പ്യൂമ സ്ലിപ്പ് സ്ട്രീം ക്ലബ് 48. ഞാൻ ബാക്കി കണ്ടാനൊക്കെ ഈ പുറകിൽ ഇങ്ങനെ എല്ലാം തോന്നുന്നു, പ്യൂമ എന്നല്ല. അതിന് പകരം അതിൻ്റെ എംബ്ലം ലോഗോ വരുന്നത്. പക്ഷെ കൊള്ളാം, എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല ഡിസൈനൊക്കെയാണ്, നല്ല രസമായിരിക്കും. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഷൂ ലേസ് മാത്രം ഇഷ്ടപ്പെട്ടില്ല. ഇത് ക്യാമറയിൽ മനസ്സിലാകുന്നില്ല. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. നോക്കട്ടെ, പുറത്ത് കാണിച്ച് നോക്കട്ടെ. ക്യാമറ അത്ര മനസ്സിലാവുന്നില്ല. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. അപ്പോൾ എനിക്ക് ഈ വൈറ്റിൻ്റെ കൂടെ ആ ഒരു ഓഫ് വൈറ്റ് സാധനം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പുതിയ ഷൂ ലേസ് ഓർഡർ ചെയ്യണം. പുതിയ ഷൂ ലേസ് ഓർഡർ ചെയ്തിട്ട് പക്ക വൈറ്റ്, പ്യുവർ വൈറ്റ് ആക്കണം. അപ്പോൾ കുറച്ചുകൂടെ കത്തി നിൽക്കും സാധനം, നല്ല രസമായിരിക്കും. എനിക്കിത് ഈ ഒരു സാധനം ഇത് മാത്രമേ എനിക്കിത് ഇഷ്ടപ്പെടാനുള്ളൂ. ബാക്കി മൊത്തത്തിൽ എനിക്ക് ഫുള്ള് സെറ്റായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾ കൂടിയിട്ട് വ്ളോഗ് എടുത്തത് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കും നോക്കട്ടെ. ഉണ്ടെങ്കിൽ അതുകൂടെ ഇതിനകത്ത് കുത്തിക്കയറ്റിയിട്ട് ഒരു വ്ളോഗറൊക്കെ നോക്കാം. ഇത് എഡിറ്റ് ചെയ്യാൻ മടിയൊക്കെ ആയിരിക്കും. എന്ന് നടക്കുമെന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും വരും. നമ്മൾ ഓഫീസിൽ പോട്ടെ. ഇത് ഇത്രയും ദിവസം റേസിൻ്റെ ബൈക്ക് ഉണ്ടായിരുന്നു, അതിനായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ റേസ് നാട്ടിൽ നിന്ന് വന്നു. അപ്പോൾ വി ആർ ബാക്ക് ടു പബ്ലിക് ട്രാൻസ്പോർട്ട്. ബസ്സിന് കയറി പോകണം. അപ്പോൾ നമ്മൾ വേഗം ഓഫീസിലോട്ട് പോട്ടെ. ഗൈസ്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ബാംഗ്ലൂർ മഴ പെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നില്ല, കണ്ടോ വഴി മൊത്തം നനഞ്ഞു കിടക്കുന്നത്. ഹംറാസേ, ഈ സന്തോഷ നിമിഷത്തിൽ നിനക്ക് എന്താ പറയാറുള്ളത്? ഒരു ചൂട് ഫീൽ ഉണ്ടോന്ന് എനിക്കൊരു സംശയം. ഡെയിലി ഉള്ളതല്ലേ. ഇതൊരു നല്ല തുടക്കമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, ഇനി ഇടിച്ചു കൂത്തി മഴ പെയ്യട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് വെള്ളപ്പൊക്കത്തിലേക്കൊന്നും കിടക്കണ്ട, ഒരു മയത്തിലൊക്കെ പെയ്ത് അതാകുമ്പോൾ വാട്ടർ ബില്ല് ഇല്ലാണ്ടാകും എന്ന് ആശ്വസിക്കാം നമുക്ക്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിൽ മഴ പെയ്തിരിക്കുകയാണ്. ഇന്ന് റൂമിൽ കിടന്നുറങ്ങാൻ ചൂടായിരിക്കും അമ്രാസേ. ഒന്നും പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. അതെ. ഫസ്റ്റ് മഴ പെയ്താൽ ചൂടാവാനാണ് സാധ്യത. പറയാൻ പറ്റില്ല. നമ്മളവിടെയൊക്കെ മണ്ണുള്ളതുകൊണ്ട് ചിലപ്പോൾ. ഇവിടെ മണ്ണില്ല, മൊത്തം കോൺക്രീറ്റാണ്. എന്തായാലും ഇതോടെ ബാംഗ്ലൂരെ വാട്ടർ ക്രൈസിസ് ഇല്ലാണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 5 മിനിറ്റ് മഴ പെയ്യുമ്പോഴത്തേക്ക് ബാംഗ്ലൂരിൽ
എടാ 4 മാസമായിട്ടുള്ള ക്രൈസിസ് ഓവറാവല്ലോ. എടാ ഇന്നും ഒരു 10-15 മിനിറ്റ് വെച്ച് മഴ പെയ്തോട്ടെ അല്ലേ? ഓക്കെ. എന്തായാലും മഴ പെയ്ത് വാട്ടർ ക്രൈസിസ് ഇല്ലാണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ പോട്ടെ. ഓക്കെ, പോയിട്ട് നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കട്ടെ. എന്തോ ഒരു കൊറിയൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് സാധനം. ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്തത്. നമുക്ക് കഴിച്ചു നോക്കാം. ഞാൻ ഡെയിലി ഓർഡർ ചെയ്യാറുള്ള കടയിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. ഡെയിലി വെറൈറ്റി സാധനങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഈ കടയിൽ ഫ്രഷ് മെനു എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ ഡെയിലി എത്രയാണ് 139 നല്ല ഹൈ റിച്ച് ഇൻ പ്രോട്ടീൻ ആയിട്ടുള്ള കുറേ സാധനങ്ങൾ കിട്ടാറുണ്ട്. അപ്പോൾ ഡെയിലി അതൊക്കെയാണ് അടിക്കാറ്. ഇന്നിപ്പോൾ നമുക്ക് കൊറിയൻ ചിക്കൻ ഫ്രൈഡ് റൈസ് അടിക്കാം വിത്ത് മസ്റ്റ് ബ്ലേസ് പ്രോട്ടീൻ ഇൻ 1/2 ലിറ്റർ പാല്. ഞാൻ ഡെയിലി 1/2 ലിറ്റർ പാല് കുടിക്കും ഗൈസ്. പണ്ട് മമ്മി പറയാറില്ലേ, പാല് കുടിച്ചാലേ വലിയ മസിലൊക്കെ വരുമെന്ന്. മമ്മി പറയുന്നത് കേട്ട് എല്ലാവരും പാലൊക്കെ കുടിച്ച് ജീവിക്കുക. നമുക്ക് നൂഡിൽസ് കഴിക്കാം. അതിൻ്റെ കൂടെ ഒരു സന്തോഷ വാർത്തയോടെ പറയാണ്ട് നമുക്കത് നൂഡിൽസ് തിന്നുകൊണ്ട് ഞാൻ പറയാം. നൈസ്, നീ കാണിച്ചു തരാം. ഇത് നോക്കൂ, ഫ്രൈഡ് റൈസിൽ ചിക്കനുണ്ട്, മുട്ടയുണ്ട്, ഫ്രൈഡ് റൈസിനകത്ത് കടലയോ? അതെന്താ ഉദ്ദേശം എനിക്കറിഞ്ഞൂടാ. കടലയുണ്ട്, വൻപയറുണ്ട്, പിന്നെ അടി കുറച്ച് ചോറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർ ഫുള്ള് റിച്ച് ഇൻ പ്രോട്ടീൻ കളികളാണ്. അപ്പോൾ നമുക്കിത് കഴിച്ചുകൊണ്ട് കാര്യം പറയാം. നമ്മളങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന കടമ്പ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എല്ലാവരും കമൻസ് തീയിടുവോ, കൈയടിക്കുകയോ, കൊരപ്പ് കത്തിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. കൊള്ളാം, നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഫസ്റ്റ് 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ഇനി വാച്ച് ഓവറോടെ കംപ്ലീറ്റ് ആവാനുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇടുന്നില്ല. വീഡിയോ ഇടുകയായിരുന്നെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആക്കി കൊണ്ടുപോകാമായിരുന്നു. എനിവേ, ഞാൻ ഇനി വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാം. പിന്നെ പറഞ്ഞ പോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ എൻ്റെ പണ്ടത്തെ വ്ളോഗൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഓർമ്മ ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. ആശതലയ്ക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തായിരുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ അവൾക്ക് ട്രിവാൻഡ്രം ലുലുമാളിൽ നിന്ന് ഒരു മാംഗോ ചീസ് കേക്ക് മേടിച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത ആഴ്ച ട്രിവാൻഡ്രം പോകുന്നുണ്ട്. ആശതലയ്ക്ക് മാംഗോ ചീസ് കേക്കൊക്കെ വാങ്ങിക്കൊടുത്ത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോയും ഉടനെ വരുന്നതായിരിക്കും. എന്തായാലും അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ 1K സെലിബ്രേഷൻ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുക ഗൈസ്. എന്നെങ്കിലും അടുത്തൊരു വ്ളോഗ് പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. അതല്ലെങ്കിൽ ഞാൻ ഡെയിലി ലൈവ് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്നെ കാണണം അത്ര മുട്ടി വിമ്മിഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു 9:30-10 ആ ടൈമിലൊക്കെ ഞാൻ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ ലൈവ് വന്ന് കണ്ടാൽ മതി. ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ.